Only money, business and life. Welcome to Fab 360X. സോ ബഡ്ജറ്റ് വന്നു. ബഡ്ജറ്റാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് എന്നുള്ളത് പല കേരളത്തിലുള്ള ആൾക്കാർക്കും അറിയില്ല. എന്താണ് ഷാമിൽ, എന്താ ബഡ്ജറ്റ്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്തായി? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സോ അതാണ് പലവരുടെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ബഡ്ജറ്റ് എന്താണെന്നറിയില്ല. സോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഗവൺമെൻറ് എവിടുന്നൊക്കെയാണോ ഫണ്ട് സമാഹരിക്കാൻ പോണത്, ആ സമാഹരിക്കുന്ന എമൗണ്ട് എങ്ങനെയാണ് ചിലവഴിക്കാൻ പോണത് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും കാലാകാലങ്ങളായിട്ട് ബഡ്ജറ്റിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ബഡ്ജറ്റ് വരും പോവും, ആരും അത് ന്യൂസ് ചാനലിൽ കാണില്ല, ആരും അത് ഒട്ട് ഫോക്കസ് ചെയ്യാനും പോണില്ല. പക്ഷേ ഈ ബഡ്ജറ്റിന് നമ്മളുടെ ജീവിതത്തിലൊക്കെ വലിയ വലിയ പങ്ക് ഉണ്ട്. കാരണം നമ്മളുടെ ഇൻകം ടാക്സ് ആയാലും നമ്മൾ എത്ര ടാക്സ് അടക്കണമെന്നും നമ്മൾ ഓരോ വസ്തുക്കൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് എത്ര രൂപ അടയ്ക്കണം എന്നുള്ളതിനൊക്കെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റിന് മുമ്പായിട്ട് ഞാൻ പറയണം, ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ടാണ് ഈ ബഡ്ജറ്റിലേക്ക് പോയത്. അതായത് ഞാൻ ഒരു സെനാരിയോ പറഞ്ഞു തരാം. ഇന്ത്യൻ ഇക്കോണമീനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു, അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സൊക്കെ ഇന്ത്യയിൽ നിന്ന് പോവുകയാണ് എന്നുള്ളത്. കാരണം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ടാക്സ് ഇൻക്രീസ് ചെയ്തു, അതായത് ഷെയർസ് വിൽക്കുമ്പോഴുള്ള ടാക്സ് ഇൻക്രീസ് ചെയ്തു. സെക്യൂരിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ടാക്സുകൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. സോ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയിലാണ് ഈ ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ പലവരും പറഞ്ഞു ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ പലവരുടെ ഒരു അസംഷൻ, എൻ്റെ അസംഷനിൽ ഇങ്ങനെയായിരുന്നു, ബഡ്ജറ്റിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഉണ്ടാവും, ടാക്സ് കുറയ്ക്കും, അതൊരു ഉത്തേജകം സ്റ്റോക്ക് മാർക്കറ്റിനും ഇക്കോണമിക്കും കൊടുക്കും, അതുവഴി കുറേ ആൾക്കാർ, കുറേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് വരും എന്നുള്ളതായിരുന്നു. അപ്പം അതും പോയി. എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബഡ്ജറ്റ് ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇടത്തരം ബഡ്ജറ്റാണ്. അതായത് ഒരു ഓക്കേയിഷ് ബഡ്ജറ്റ്, ഒരു 6 out of 10 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഏരിയ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്യാപെക്സിലേക്കാണ്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. റോഡ്, റെയില്, ബ്രിഡ്ജ്, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എവിടുന്ന് ചിരിക്കണതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അതായത് ഇതൊക്കെ ഇപ്പം ലെവലായാൽ എൻ്റെ ജീവിതത്തിൽ ഇതെന്താണ് മാറ്റം വരുത്താൻ പോകുന്നത്? നല്ല റോഡ് വന്നാലോ അല്ലെങ്കിൽ നല്ല കുറേ ബിൽഡിങ്ങുകൾ വന്നാലോ എൻ്റെ ഇൻകം മാറണില്ലല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കാതെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി എവിടെയാണ് നോക്കുക. അതായത് അടുത്ത ഈ പീരീഡ്, അടുത്ത ബഡ്ജറ്റ് വരെ അല്ലെങ്കിൽ അടുത്തൊരു 5 കൊല്ലത്തേക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്നത് എവിടെയാണ്? കൺസ്ട്രക്ഷനാണ്. അതായത് നമ്മൾ പാലം പണിയണമെങ്കിലോ റോഡ് പണിയണമെങ്കിലോ ഒക്കെ എന്താണ്? കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി അവസരങ്ങൾ വരാൻ പോകുന്നത് എവിടെയാണ്? കൺസ്ട്രക്ഷൻ സെക്ടറിലാണ്. അതിനർത്ഥം എൻജിനീയർ മുതൽ ആ ഏരിയ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ജോബ് വരാൻ പോണു എന്നുള്ളതാണ്. പുറത്ത് വണ്ടി റെഡിയാണോ? അതേപോലെ അടുത്ത ഒരു 5 കൊല്ലത്തേക്ക് ഏറ്റവും കൂടുതൽ ബൂമാവാൻ പോകുന്ന സെക്ടർ ഏതാണ്? കൺസ്ട്രക്ഷനാണ്. നമ്മളുടെ പൈസ എവിടെയെങ്കിലും ഇട്ടിട്ട് നമുക്ക് റിട്ടേൺ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഇടണം? കൺസ്ട്രക്ഷൻ ഇടണം. അപ്പോൾ അങ്ങനെ വേണം നമ്മളതിനെ അനലൈസ് ചെയ്യാൻ. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ഒരു കാര്യവും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തേണ്ടത്. ഇനി അപ്പോൾ മെയിൻ ഫോക്കസ് വരുന്നത് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ്. റോഡ്, റെയില്, ബ്രിഡ്ജ്, മറ്റ് ഏരിയകളിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സോ മറ്റു കാര്യങ്ങളോ നിങ്ങളുടെ സേഫായിട്ട് കിടക്കുന്ന മണി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നതും ഈ ഏരിയയിലായിരിക്കും. ഇതൊരു അഡ്വൈസ് അല്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തിയിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷേ ബഡ്ജറ്റിൻ്റെ ഒരു ബ്രേക്കപ്പ് നോക്കുക എന്നുള്ളതിൽ, ആകെ അവലോകനം നോക്കുക എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ മാത്രമാണ്. പിന്നെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ്
അവർ വളരെ ആകാംക്ഷയോടെ നോക്കുന്നൊരു കാര്യമാണ്. അവർക്ക് ഇൻകം അധികമൊന്നും ഇല്ലെങ്കിൽ പോലും ടാക്സ് അടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ബിസിനസ്സുകാരൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് ടാക്സ് കൂടുതൽ അടയ്ക്കേണ്ടി വരാറുണ്ട് നോർമലി, സ്ലാബ് റേറ്റ് ഒക്കെ വെച്ച്. അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് എന്തെങ്കിലും ഉണ്ടോ? പ്രാവശ്യത്തിനൊന്നും ബഡ്ജറ്റ് കാര്യമായിട്ടില്ല എന്നാണ് ഞാൻ റിസർച്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ കാര്യമായിട്ട് ഉള്ള ഒരു ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ജോലി ചെയ്യുന്നവർക്കായാലും. പക്ഷേ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് പുതിയ ആക്ട് ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഉള്ള ബെനിഫിറ്റ് മാത്രമേ ഈ സാലറീഡ് പേഴ്സൺസിന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. മറ്റ് കാര്യങ്ങളൊന്നും, മറ്റൊരു ബെനിഫിറ്റും ബഡ്ജറ്റിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ഡിസപ്പോയിൻറ്റിങ് ബഡ്ജറ്റായിരുന്നു സാലറീഡ് പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ്. പിന്നെ അതിൽ കൂടുതൽ നമ്മൾ ആദ്യമേ സംസാരിച്ചത് ഏതൊക്കെ ഫോക്കസ് ഏരിയകളാണ് ബഡ്ജറ്റിലുള്ളതെന്നാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു കൺസ്ട്രക്ഷൻ സെക്ടറാണ്, PWD, അതേപോലെ റോഡ്, ബ്രിഡ്ജ് എന്നുള്ളത് പറഞ്ഞു. രണ്ടാമത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് സോളാർ പാനലിങ്, ഗ്രീൻ എനർജി. ഈ രണ്ട് കാര്യങ്ങളിൽ, സോളാർ പാനലിങ്ങിലും ഗ്രീൻ എനർജിയിലും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും സബ്സിഡീസും വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ രണ്ടാമത് ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രീൻ എനർജിയാണ്. സോളാർ പാനലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, അത് ഏതാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, നിങ്ങളുടെ റിസർച്ച് ചെയ്യാം. സോളാർ പാനലുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ, ഗ്രീൻ എനർജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനികൾ, ഈ കമ്പനികൾ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് നല്ല ഗ്രോത്ത് വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ആ ഏരിയയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ്സും ധാരാളമായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ബഡ്ജറ്റ് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ബഡ്ജറ്റിലുണ്ട്, ഇതൊക്കെയാണ് മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി മെയിൻ പ്രശ്നങ്ങൾ ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നാമത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ വേറെ ഒരു രാജ്യത്തും ഇല്ലാത്ത രീതിയിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സും അടയ്ക്കുന്ന ഒരു വിഭാഗമാണ് ഈ ആൾക്കാരെന്ന് പറയുന്നത്. ഗവൺമെൻറ് ട്രേഡേഴ്സിന് വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അവർ ഇൻകം ഒന്ന് ജനറേറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ടാക്സ് പരമാവധി അവരിൽ നിന്ന് എടുക്കുന്ന രീതിയിലാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സിൻ്റെ ഒക്കെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് 100% കൂട്ടിയിട്ടുള്ളത്. അതേപോലെ ഓപ്ഷൻസിൻ്റെ സെക്യൂരിറ്റി ടാക്സ് 150% കൂട്ടിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഇന്ത്യ വിട്ടിട്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. അതുകൊണ്ട് തന്നെ ഇന്നലെ ഏതാണ്ട് 500 പോയിന്റോളാണ് നിഫ്റ്റി ഇടിഞ്ഞത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ആ ഇടിവ് എത്രയോ ക്രോർസ് ഓഫ് റുപ്പീസ് ഇന്നലെ പല ട്രേഡേഴ്സിനും സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ബഡ്ജറ്റിൽ വളരെ നല്ല പോസിറ്റീവ് ന്യൂസ് പ്രതീക്ഷിച്ച പലവർക്കും ഇന്നലെ പോയിട്ടുണ്ടാവും. ഇന്നലെ ഒരു ഡേഞ്ചറസ് ഡേ ആണ് എന്ന് പറഞ്ഞ് ഇന്നലെ ട്രേഡ് ചെയ്യാത്തവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. നൗ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് മിത്ര എന്ന് പറയുന്ന സ്കീമാണ്. ഈ കോർപ്പറേറ്റ് മിത്ര എന്ന് പറയുന്ന സ്കീം അതായത് ബിസിനസ്സുകളെ സഹായിക്കാൻ എന്നുള്ള രീതിയിലാണ് കോർപ്പറേറ്റ് മിത്ര കൊണ്ടുവന്നിട്ടുള്ളത്. ഗവൺമെൻറ്റും കോർപ്പറേറ്റ് മിത്രേനെ കൊണ്ടുവന്നിരിക്കുന്നത് ബിസിനസ്സിൻ്റെ ഫയലിങ്ങുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് തീർക്കാൻ ഈ അക്ഷയ പോലെയുള്ള കേന്ദ്രങ്ങളിലൂടെ GST, ഇൻകം ടാക്സ് തുടങ്ങിയ ഫയലിങ്ങുകൾ, അങ്ങനത്തെ ഫയലിങ്ങുകളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് മിത്ര കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി CA, അങ്ങനത്തെ CS, CMA തുടങ്ങിയ പില്ലർ ജോബുകൾ, അതായത് മെയിൻ ഫൈനാൻസ് റോള് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു വാണിംഗ് കൂടെയാണത്. അതായത് ഇത്തരം ജോബിൽ മാനുവലായിട്ട് ചെയ്യുന്ന, ഓട്ടോണോമസ് ആയിട്ട് ചെയ്യുന്ന, ഈസി ആയിട്ട് ചെയ്യുന്ന ഇൻകം ടാക്സ്, GST ഫയലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഇനി കോർപ്പറേറ്റ് മിത്രയിലൂടെയും ചെയ്യാം. അതായത് നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ജോബ്, നിങ്ങൾക്ക് നോളജ് ഇല്ലാതെ ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻകം ടാക്സ് ഫയലിങ്ങോ മറ്റ് ഫയലിങ്ങുകളൊക്കെയാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമാനം ജനറേറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻസ് വരാൻ പോവുകയാണ്. സർട്ടിഫിക്കേഷൻസ് മറ്റും ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻസ് വരാൻ പോവുകയാണ്. സ്ട്രിക്റ്റർ ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബാധിക്കുന്നത്
ഈ സാധാരണ കോർപ്പറേറ്റ് മിത്ര കേന്ദ്രങ്ങൾ ചാർജ് ചെയ്യുന്നത് വളരെ ചീപ്പ് ഫീസായിരിക്കും. നിങ്ങൾക്ക് ആ ഫീസ് ഈടാക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതാണ്. പക്ഷേ അവിടെയും നിങ്ങൾക്ക് കൃത്യമായ നോളജും കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരും അവിടെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളുടെ റവന്യൂ ഇടിയാനും പോകുന്നില്ല. ഞാൻ പറയുന്നത് CAO CSO CMA ഒക്കെ പാസ്സായിട്ട് സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് പഠിക്കാതെ പാസ്സാവാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പഠിച്ച് പാസ്സായിട്ടുണ്ട് പക്ഷേ പ്രാക്ടിക്കൽ എക്സ്പോഷർ ഒന്നും കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലമായിരിക്കും വരാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് ബഡ്ജറ്റിലുള്ള പ്രശ്നങ്ങൾ. ബഡ്ജറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം പേഴ്സ്പെക്റ്റീവിലുള്ളൊരു ബഡ്ജറ്റാണ്. നാളേക്ക് 1 വർഷത്തിനോ 2 വർഷത്തിനോ ഒന്നും ഫോക്കസ് ചെയ്തിട്ട് ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ളൊരു ബഡ്ജറ്റല്ല. വർഷം 5-10 വർഷങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുകൊണ്ടാണ് ബഡ്ജറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ബഡ്ജറ്റ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാനും ബഡ്ജറ്റിന് സഹായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ആവറേജ് ബഡ്ജറ്റ് എന്ന് തന്നെയുള്ളൂ പറയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റികൾ വളരെ അധികമൊന്നുമില്ല. കൺസ്ട്രക്ഷൻ സെക്ടറും സോളാർ എനർജി പോലെയുള്ള ഗ്രീൻ എനർജി സെക്ടറുകളും ക്ലൗഡ് ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്കും മാത്രമാണ് ബെനിഫിറ്റുകൾ അധികവും വന്നിട്ടുള്ളത്. പിന്നെ അതിനോടൊപ്പം തന്നെ പറയാനുള്ളത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, അതായത് അവിടെയും ഇവിടെയൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ അയൽവക്കത്തൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിഫൻസിന് കാര്യമായിട്ടുള്ള ഒരു പങ്കും കാര്യമായിട്ടുള്ള ഒരു ഷെയറും ബഡ്ജറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് സ്റ്റോക്കുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ബഡ്ജറ്റ് ഈസ് ഫോർ ലോങ് ടേം വിഷൻ. ഇത് ഷോർട്ട് ടേം ആയിട്ട് നിങ്ങളുടെ പ്രോബ്ലങ്ങളെ പരിഹരിക്കുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നോ. താങ്ക് യു.